നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാവിപത്തിൻ്റെ നിഴലിലാണ് മിഡിൽ ഈസ്റ്റ്. ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെയും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ ഡ്രോണും മിസൈലും കേവലം ഒരു രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രാദേശിക തർക്കമല്ല, മറിച്ച് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമാണോ എന്ന ഭീതിയിലാണ് ആഗോള സമൂഹം മുഴുവൻ. കുറച്ചു ദിവസം യുദ്ധം അവിടെ തുടർന്ന് വന്നപ്പോൾ തന്നെ നമുക്കിവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ്. പല പാചകവാതകം ലഭ്യമല്ലാതാവുകയും അതുപോലെ തന്നെ ഇന്ധനം ആവശ്യമുള്ള എണ്ണ വിൽപ്പനയടക്കം നടക്കാതെ വന്നപ്പോഴടക്കം നമുക്കും ഇവിടെ രാജ്യം അല്പമെങ്കിലും ബുദ്ധിമുട്ടിയതാണ്. അങ്ങനെയെങ്കിൽ ഇത് തുടർന്നു പോവുകയാണെങ്കിൽ അത് വലിയൊരു ആഗോള ആശങ്ക ഉയർത്തുന്നതാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അറബിക്കടലും കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇതോടെ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ പാടെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന കേന്ദ്രമായ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ഇറാൻ 2 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ലക്ഷ്യസ്ഥാനത്ത് എത്തും മുമ്പേ ഇവ തകർക്കപ്പെട്ടെങ്കിലും ആക്രമണ പരിധി ഇറാൻ വർദ്ധിപ്പിച്ചത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കും മാലിദ്വീപിനും തൊട്ടടുത്തുള്ള ഈ മേഖലയിലെ യുദ്ധകാഹളം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 44 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു പവിഴപ്പുറ്റ് ദ്വീപാണ് ഡീഗോ ഗാർഷ്യ. കന്യാകുമാരിയിൽ നിന്ന് 2000 കിലോമീറ്ററോളം അകലമുള്ള ഈ ദ്വീപിൻ്റെ ചുറ്റുവട്ടത്തിൽ വലിയ മത്സ്യസമ്പത്തുണ്ട്. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നത് വലിയ നയതന്ത്ര പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നാം ഡീഗോ ഗാർഷ്യ എന്ന പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളത്. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ചെറുദ്വീപിനെ ഒരു തന്ത്രപ്രധാനമായ മേഖലയായി അമേരിക്ക കണ്ടിരിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ പ്രത്യേകത എപ്പോഴും പ്രതിരോധ വിദഗ്ധരെയും ആകർഷിച്ചിരുന്നു. ജിയോ ഫിസിക്കലായും മെറ്ററോളജിക്കലുമായ പ്രത്യേകതകളും വേറെയാണ്. കൂടാതെ ഉഷ്ണമേഖല മഴക്കാടുകളുടെ സാന്നിധ്യവും ഡീഗോ ഗാർഷ്യ തന്ത്രപ്രധാനമായി കാണാൻ അമേരിക്കൻ സൈന്യത്തെ പ്രേരിപ്പിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ഒരു മേഖലയിലേക്കാണ് ഇറാൻ്റെ അടുത്ത ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതി നിഷേധിച്ച ശ്രീലങ്കയുടെ നടപടി വലിയ ചർച്ചയായി. ഇറാന്റെ ആക്രമണം ഭയന്നാണ് ലങ്ക ഈ കടുത്ത തീരുമാനമെടുത്തതെന്നാണ് സൂചന. ഡീഗോ ഗാർഷ്യ വരെ ഇറാന്റെ മിസൈലുകൾ എത്തുമെങ്കിൽ ശ്രീലങ്കയും അവരുടെ പരിധിയിലാണെന്ന തിരിച്ചറിവ് കൊളംബോയെ ജാഗരൂകരാക്കുന്നു. യുദ്ധമാഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ വേണമെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടതായാണ് വിവരം. ഗൾഫ് മേഖലയിലെ എണ്ണ നിലയങ്ങൾ ഓരോന്നോരോന്നായി കത്തിയിരിയുമ്പോൾ ലോകത്തെ ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്രത്തിന്റെ അവസാന വട്ടം പയറ്റുമെന്നാണ് വിലയിരുത്തൽ. മോദിയുടെ മധ്യസ്ഥത പരാജയപ്പെട്ടാൽ ഭയാനകമായ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തങ്ങളുടെ ക്ഷമയ്ക്ക് അതിരുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി അറേബ്യ യുദ്ധക്കളത്തിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ്. 12ഓളം ഇറാനിയൻ ഡ്രോണുകളെയാണ് സൗദി വെടിവെച്ചിട്ടത്. ഇനി വിട്ടുവീഴ്ചയില്ല, തിരിച്ചടി ഉറപ്പ് എന്നാണ് റിയാദിൽ നിന്നുള്ള മുന്നറിയിപ്പ്. UAE ആകട്ടെ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ഇറാന്റെ ഭീകര ശൃംഖലയെ പിടികൂടി തങ്ങളുടെ സുരക്ഷാ കവചം ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെയും ഒന്നടങ്കം പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലോകം നരേന്ദ്രമോദിയിലേക്ക് ഉറ്റുനോക്കുന്നത്. UAE, സൗദി, കുവൈറ്റ് ഭരണാധികാരികളുമായി മോദി നടത്തിയ ചർച്ചകൾ സമാധാനത്തിനായുള്ള അവസാന ശ്രമമാണ്. ഇറാൻ അമേരിക്കൻ സംഘർഷത്തിലും ഭാരതത്തിന് മധ്യസ്ഥനാകാൻ കഴിയുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. മോദിക്ക് മാത്രമാണ് ഇറാന്റെയും ട്രംപിന്റെയും ഇടയിൽ ഒരു പാലമാകാൻ കഴിയുക. പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന സൂചന പ്രകാരം സഖ്യകക്ഷികൾ ഓരോന്നായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാഖിലെ സായുധ സംഘങ്ങളും ഇറാനു വേണ്ടി അണിനിരക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലും അമേരിക്കയും പുതിയ സൈനിക മുന്നണി തുറക്കാൻ ആഹ്വാനം ചെയ്യുന്നു.
ഹോർമസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഇറാനിയൻ കപ്പലുകളും നേർക്കുനേർ വരുന്നത് മഹാവിനാശത്തിന്റെ ലക്ഷണമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയതും ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെയും ബാധിച്ചിട്ടുണ്ട്. സൗദിയിലും UAEയിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയിൽ കേന്ദ്ര സർക്കാരിന് വലിയ ആശങ്കയുണ്ട്. ഇവരുടെ തൊഴിലും ജീവിതവും അപകടത്തിലായ സാഹചര്യത്തിലാണ് ഇന്ത്യ മധ്യസ്ഥതയ്ക്ക് മുൻകൈയെടുക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും നിലച്ചതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. നിലവിൽ ബാരലിന് $105 വില വരും ദിവസങ്ങളിൽ $175 വരെ ഉയർന്നേക്കാമെന്ന് ആഗോള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ഇറാനെ തരിപ്പണമാക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും സൈനിക നടപടികൾ കുറയ്ക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചതും സഖ്യകക്ഷികൾക്കിടയിലെ ഭിന്നത പുറത്തു കൊണ്ടുവന്നു. എന്നാൽ ഇറാന്റെ എണ്ണ കൈമാറ്റത്തിന് 30 ദിവസത്തെ ഇളവ് നൽകാൻ അമേരിക്ക തയ്യാറായതും ശ്രദ്ധേയമാണ്. യുദ്ധം രൂക്ഷമായതോടെ വാൾസ്ട്രീറ്റിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് സൂചികകൾ കൂപ്പുകുത്തി. ആഗോള വിപണിയിലെ ഈ അസ്ഥിരത ഇന്ത്യൻ വിപണിയെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. യുദ്ധം നീണ്ടുപോയാൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്നും സാമ്പത്തിക വിദഗ്ധരും ഭയപ്പെടുന്നു. ഇത്രയും സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ 2 ഓയിൽ ടാങ്കറുകൾക്ക് കടന്നു പോവാൻ ഇറാൻ അനുമതി നൽകിയതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്താൻ ഇറാൻ താൽപ്പര്യപ്പെടുന്നു എന്നതിന്റെ തെളിവായി ഇതിനെ കാണാം. പ്രകൃതിവാതകവുമായി എത്തിയ ഈ കപ്പലുകൾ സുരക്ഷിതമായി ഇന്ത്യൻ തീരത്തെത്തി. മൊജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ മധ്യസ്ഥ ശ്രമങ്ങളിലേക്കാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാന്റെ പ്രകോപനങ്ങൾക്കുമിടയിൽ സമാധാനത്തിന്റെ പാത തുറക്കാൻ മോദിക്ക് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്.